കത്തിജ്വലിക്കണം, മണലാരണ്യത്തിന്റെ മൺതരികൾക്ക് തിളക്കമുണ്ടാകണം. അതാ കടന്നു പോകുന്നു ലോകവസന്തം സിദ്ദീഖുൽ അക്ബറിന്റെ കൂടെ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ കടന്നു പോകുമ്പോഴാണ് സുറാക്ക പിന്നിന്ന് പിടിച്ചുകൊണ്ടാകാൻ വരുന്നത്. 100 ഒട്ടകങ്ങളെ സമ്മാനം മോഹിച്ചിട്ട് സുറാക്ക വരികയാണ്. അങ്ങനെ സുറാക്ക വന്നു. സുറാക്ക വന്നപ്പോൾ സുറാക്കിന്റെ കുതിരയുടെ കുളമ്പുകൾ മണലിൽ പൂണ്ടുപോയി. സുറാക്കയുടെ കുതിര മുന്നോട്ട് അനങ്ങുന്നില്ല. സുറാക്ക വിഷമത്തിൽ അകപ്പെട്ടു പോയി. സുറാക്ക പറഞ്ഞു, ഇനി നിങ്ങളെ പിടിക്കാൻ ഞാൻ വരുന്നില്ല, ഒന്ന് നിൽക്കണേ, എന്റെ കുതിരക്ക് അനങ്ങാൻ സാധിക്കില്ല, അതുകൊണ്ട് ഞാൻ അങ്ങയെ പിടിക്കാൻ ശ്രമിക്കുന്നില്ല. എനിക്ക് 100 ഒട്ടകങ്ങളൊന്നും വേണ്ട, അങ്ങയെ പിടിച്ചു കൊടുക്കാൻ സാധിക്കില്ല, പക്ഷെ ഒന്ന് കണ്ടുപോകാൻ സമ്മതിക്കണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സിദ്ദീഖിനോട് പറയുകയാണ്, അബൂബക്കർ, അയാൾ എന്തോ വിളിച്ച് പറയുന്നുണ്ട്, അയാളോട് വരാൻ പറയൂ. സുറാക്ക വന്നു നിന്നു. പിടിച്ചു കൊടുക്കാൻ വന്ന ശത്രുവാണ്. 100 ഒട്ടകങ്ങളെ മോഹിച്ചു വന്നതാണ്. ലോകവസന്തത്തിന് അന്ത്യം കുറിക്കാൻ മോഹിച്ചു വന്നതാണ്. കുഴിച്ചു മൂടപ്പെടുന്ന പെൺകുട്ടിയുടെ മോചനത്തെ അവസാനിപ്പിക്കാൻ വന്നതാണ്. വിയർപ്പ് വറ്റുന്നതിന് മുമ്പ് കൂലി കൊടുത്ത് തൊഴിലാളിയെ ബഹുമാനിക്കാൻ വന്ന, സമത്വത്തിന് അന്ത്യം കുറിക്കാൻ വന്നതാണ്. മദ്യപാന വ്യഭിചാരാദി തിന്മകളെ കുഴിച്ചു മൂടുന്ന ധാർമ്മിക വിപ്ലവത്തിന്റെ മഹാ ഉദ്ഘാടകനെ നശിപ്പിക്കാൻ മോഹിച്ചു വന്നതാണ്. ലോകനീതിയുടെ പടവാളിനെ അവസാനിപ്പിക്കാൻ കഴിയുമോ എന്ന് മോഹിച്ചു വന്നതാണ്. സുറാക്കയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്ക് എന്ത് വേണം, ഒന്ന് കണ്ടുപോയാ മതി എന്ന് സുറാക്ക പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞങ്ങൾ കണ്ടതാരോടും പറയണ്ടെന്ന്. സുറാക്ക മടങ്ങിപ്പോവുകയാണ്. സുറാക്ക മടങ്ങിയിട്ട് അല്പദൂരം പോയപ്പോ പുണ്യ നബി സുറാക്കയെ തിരിച്ചു വിളിക്കുന്നു. സുറാക്കയെ തിരിച്ചു വിളിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, കൈഫ ബിക ഇദാ ലബിസ്ത സിവാറൈ കിസ്റ, കിസ്റയുടെ കയ്യിലെ വളകൾ നിന്റെ കയ്യിൽ നീ അണിഞ്ഞാൽ എങ്ങനെയുണ്ടാകും? പിടിച്ചുകൊടുക്കാൻ വന്ന ആള് പിടിച്ചുകൊടുക്കാൻ കഴിയാതെ രക്ഷപ്പെട്ടു പോകുമ്പോ അയാളെ വിളിച്ചിട്ട് പറയുന്ന വാക്കാണ് കൈഫ ബിക ഇദാ ലബിസ്ത സിവാറൈ കിസ്റ, സീസറിന്റെ വളകൾ നീ നിന്റെ രണ്ട് വളകൾ നിന്റെ കയ്യിലണിഞ്ഞാൽ എങ്ങനെയുണ്ടാകും? സുറാക്കക്ക് കാര്യം മനസ്സിലായില്ല. എന്ത് സീസർ, എന്ത് വള? അന്നത്തെ ലോക വനശക്തിയായിട്ട് സീസറും അദ്ദേഹത്തിന്റെ സാമ്രാജ്യവും നിൽക്കണം. സുറാക്ക നാണത്തോടെ അഭിമാനത്തോടെ തല താഴ്ത്തിയിട്ട് തിരിച്ചുപോയി. കൊല്ലങ്ങൾ കഴിഞ്ഞു. സുറാക്ക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് വിശ്വസിച്ചു. സുറാക്ക സഹാബിയായി. അതിന് കൊല്ലങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. സുറാക്കയുടെ ആ കാലത്തിന് ശേഷം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ആളുകൾ സഹാബത്ത് പോയിട്ട് ആ സാമ്രാജ്യം കീഴടക്കിയ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, എവിടെ സുറാക്ക? അപ്പൊ ആരോ എവിടെയോ മൂലക്ക് കിടന്ന പാവം സുറാക്കയെ വിളിച്ചു കൊണ്ടുവന്നു. സീസറുടെ കയ്യിൽ രാജാവ് അണിഞ്ഞിരുന്ന വളകൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സുറാക്കയുടെ 2 കരങ്ങളിൽ അണിയിച്ചു കൊടുക്കുകയാണ്. ഈ ലോകത്ത് സത്യസന്ധരിൽ സത്യസന്ധനെ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, സത്യവാന്മാരിൽ സത്യവാനേ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ ലോകത്ത് സകല മേഖലകളിലും മാതൃകാ മഹത്വമേ മുസ്തഫ. ഇന്നമാ വസീറാ മിൻ അഹ്ലിസ് സമാഇ ജിബ്രീൽ വ മീകായിൽ, ആകാശ ലോകത്ത് എന്റെ മന്ത്രിമാർ ജിബ്രീലും മീകായിലുമാണ്. വയമ്മ വസീറാ മിൻ അഹ്ലിൽ അർളി അബൂബക്കർ വ ഉമർ, ഈ ഭൂലോകത്തെ എന്റെ 2 അസിസ്റ്റന്റുമാർ അബൂബക്കറും ഉമറുമാണ്. റിദ്വാനുല്ലാഹി തആല അൻ കുല്ലി വാഹിദിൻ മിന്നും മജ്മഈൻ. അത് പറഞ്ഞ പോലെ തന്നെ റൗള ഷരീഫിൽ 2 പേർക്കും നിദ്രയായി. സിദ്ദീഖുൽ അക്ബറിന്റെ പുത്രി ആയിഷ റളിയല്ലാഹു അൻഹ ഒരു ദിവസം ഒരു സ്വപ്നം കണ്ടു. തൻ്റെ വീട്ടിൽ 3 അമ്പിളി തിങ്കൾക്കല, 3 ചന്ദ്രന്മാർ തൻ്റെ വീട്ടിൽ ഇറങ്ങിയതായിട്ട്. സിദ്ദീഖിന്റെ മകൾ പിതാവിനെ സമീപിച്ചുകൊണ്ട് ചോദിക്കുന്നു, എന്താ ഈ കിനാവിന്റെ വ്യാഖ്യാനം? മോളെ ആയിഷ, 3 ചന്ദ്രന്മാരിൽ 1 ചന്ദ്രൻ നിന്റെ വീട്ടിൽ ഇപ്പോൾ തന്നെ ഇറങ്ങിക്കഴിഞ്ഞല്ലോ. റസൂലുള്ള അവിടെ വഫാത്തായിട്ട് കിടക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. 2 ചന്ദ്രന്മാരും നിന്റെ വീട്ടിൽ ഇറങ്ങുമടി മോളെ ആയിഷ എന്ന് പരിശുദ്ധ റസൂലിന്റെ പിൻഗാമിയായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്